നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഭീമമായ തുക കൊടുത്താണ് 3G അതും അല്ലെങ്കിൽ ഇന്റർനെറ്റ് പാക്കുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കേരളത്തിലാണെങ്കിൽ ഏകദേശം 150 രൂപ കൊടുത്താൽ 250 MB ഒക്കെയാണ് ചില നെറ്റ്വർക്കുകൾ തരുന്നത്. അത്തരക്കാർക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നെറ്റിലെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചില്ല എങ്കിൽ കൂടി ഭയങ്കരമായ ഡാറ്റ നഷ്ടപ്പെടാറുണ്ട്. അതിന്റെ കാരണം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഉപയോഗിക്കാതെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്താൽ നിങ്ങൾ അറിയാതെ ഡാറ്റ നഷ്ടമാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ നാൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ ഡാറ്റ യൂസേജ് എന്നതിൽ നോക്കുക. സ്വല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഏതെല്ലാം ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ ലിസ്റ്റ് കാണുന്നില്ല എങ്കിൽ ഇവിടെ മൊബൈൽ ഡാറ്റ ഓണാക്കി സ്വല്പം നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഏതെല്ലാം ആപ്ലിക്കേഷനുകൾ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. നോക്കുക, നമുക്ക് താഴെ നോക്കുക. ഈ ലിസ്റ്റിൽ നമുക്ക് ധാരാളം ആപ്ലിക്കേഷനുകൾ എത്രയെല്ലാം KB അല്ലെങ്കിൽ എത്ര MB വെച്ച് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ കൂടുതലും ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയവയായിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ളവയെല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോട്ടിഫിക്കേഷൻസുകൾ തരുന്നതിനും അവയുടെ അപ്ഡേറ്റുകൾ വന്നു എന്ന് അറിയിക്കുന്നതിനും എല്ലാമായിട്ട് ഇതുപോലെ ഡാറ്റകൾ നമ്മൾ അറിയാതെ തന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് അവ ക്ലോസ് ചെയ്യുന്നതിന് ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡാറ്റയാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത് എങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ നോക്കുക, ഇവിടെ റിസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു ടിക്ക് ഇടാൻ ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ഇടുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു മെസ്സേജ് കാണിക്കും, ഓക്കെ കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഓരോ ആപ്ലിക്കേഷനുകളും സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഡിസേബിൾ ചെയ്തിട്ടാൽ നമ്മുടെ ഡാറ്റ പാക്കേജിൽ നിന്നും അനാവശ്യമായിട്ടുള്ള യൂസേജ് ഉണ്ടാവുകയില്ല.